ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. ഇതെന്താണെന്നറിയാവോ? ഇതാണ് നമ്മുടെ പാൽപ്പാട ഞാൻ എടുത്ത് വെച്ചിരുന്നതാണ്. ഞാൻ തലേ ദിവസം പാൽ വാങ്ങിച്ച് വെച്ചിട്ട് ആ പാല് ഫ്രിഡ്ജിൽ വാങ്ങിച്ച് വെക്കും. എന്നിട്ട് പിറ്റേ ദിവസം എടുക്കാൻ നേരത്ത് പാട ഇട്ടിട്ടുണ്ടാവും. ഞാനിവിടെ കവർ പാലല്ല കേട്ടോ വാങ്ങിക്കുന്നത്. ഇവിടെ സൊസൈറ്റിയിൽ നിന്ന് പാൽ കൊണ്ടുവന്ന് തരും. ആ പാലാണിത്. പാലെടുത്ത് ഞാനിവിടെ പാൽപ്പാട എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതായത് തിളച്ച പാലല്ല, ഫ്രിഡ്ജിനകത്ത് നിന്ന് ഡയറക്റ്റ് പാലെടുത്ത് വെക്കാം. ഫ്രിഡ്ജിനകത്തേക്ക് തലേ ദിവസം വെക്കുന്ന പാല് പിറ്റേ ദിവസം എടുക്കാൻ നേരത്ത് അതിൽ പാട ഇട്ടിട്ടുണ്ടാവും, നല്ലപോലെ പാട ഇട്ടിട്ടുണ്ടാവും. ഞാൻ ആ പാട കുറച്ച് ഇങ്ങോട്ട് എടുത്തെടുത്ത് വെക്കും, ഫ്രീസറിൽ വെക്കും. ഫ്രീസറിലാണ് എടുത്ത് വെക്കേണ്ടത്. അപ്പോൾ 2 പാത്രം ഉണ്ടായിരുന്നു, അതാണ് ഇത്ര ഉള്ളത്. ഇനി ഞാൻ നെയ്യാക്കാൻ പോവാം. കുട്ടികൾക്ക് കൊടുക്കാൻ ഇത് നല്ലതാണ്. അതായത് പ്യുവറാണല്ലോ. നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കാൻ നേരത്തെ, അവർക്ക് എന്തെങ്കിലും സ്നാക്സ് ഉണ്ടാക്കാൻ നേരത്തെ, അല്ലെങ്കിൽ എന്തുണ്ടാക്കിയാലും അവർക്ക് കൊടുക്കാൻ ഇത് നല്ലതാണ്. അപ്പോൾ ഇങ്ങനെ കുട്ടികളുള്ള അമ്മമാർ കുറച്ച് മെനക്കെട്ടിട്ടാണെങ്കിലും ഇങ്ങനെ ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ ഇതൊന്ന് അലുത്ത് വരണം, കുറുകി കുറച്ച് സമയം എടുക്കും കേട്ടോ. ടൈം കൺസ്യൂമിങ് ആണിത്, എന്നാലും നമുക്ക് ശുദ്ധമായ നെയ്യ് കിട്ടും. അതുകൊണ്ട് ഞാനിത് എപ്പോഴും ചെയ്യും. ഞാനിത് എപ്പോഴും ചെയ്യുന്ന പരിപാടിയാണ്. ഇപ്പോൾ ഞാൻ 2 ബോട്ടിലായിപ്പോയി. അത് ഇത്രയും കൂടുതൽ. ഞാൻ ഒരു വലിയ ബോട്ടിൽ ആകുമ്പോഴേക്കും ഞാൻ എപ്പോഴും ചെയ്യണതാണ്. എനിക്ക് നെയ്യ് ഉണ്ടായിരുന്നു, അത് കാരണം ഞാൻ ലേറ്റായിപ്പോയി ചെയ്യാനായിട്ട്. കുഞ്ഞാളുകൊണ്ട് കുഞ്ഞാൾ വഴക്കുണ്ടാക്കും. അപ്പോൾ എനിക്ക് ടൈം ഇപ്പോഴാണ് റെഡിയായത്, സെറ്റായി വന്നത്. അതുകൊണ്ട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതൊന്ന് കുറച്ച് ടൈം എടുക്കും. ഇതൊന്ന് അലുത്ത് വരണം. അലുത്ത് വന്നിട്ട് നമ്മളിങ്ങനെ കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. തീ വെച്ചിട്ട് തിളയ്ക്കും. ഇത് നല്ലപോലെ തിളച്ച് കഴിയുന്നിടത്ത് കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ല തിളച്ച് പോകും. ചെറിയ ഒരു ലോ ഫ്ലെയിമിൽ, ഒത്തിരി ലോ ഫ്ലെയിം ആക്കണം, എന്നാലൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് പിന്നെ കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഉണ്ടോ? ഇപ്പം നോക്കി, ഇത് ഫുള്ളായിട്ട് അലുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്നും തിളയ്ക്കണം. നമ്മളിങ്ങനെ പയ്യെ ഇളക്കി കൊടുക്കണം. ഉണ്ടോ? നമ്മളിപ്പോൾ തിളച്ച പാല് എടുത്ത് വെച്ചിട്ട് കുറച്ച് കഴിയുമ്പോൾ പാട ചൂടുമല്ലോ, ആ പാൽപ്പാട എടുത്ത് വെച്ചാലും മതി. അപ്പോൾ ഇത്രയും വെള്ളം ഉണ്ടാവില്ല. കണ്ടോ? ഇപ്പോൾ നല്ല ക്രീമി ടെക്സ്റ്റ് ആയിട്ടുണ്ട്. കുറച്ച് കഴിയാനായിട്ട് സമയം മതി റെഡിയാകാനായിട്ട്. ഉണ്ടോ? ഈ പരുവായിട്ടുണ്ട് കേട്ടോ. നല്ല കട്ടിയായിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ഇതെല്ലാം കൂടെ നെയ്യ് തെളിഞ്ഞ് വരാൻ തുടങ്ങി. ഇങ്ങനെ കൈവിടാതെ ഇളക്കണം. ഇനിയിപ്പോൾ കൈവിടാതെ ഇളക്കണം, അല്ലെങ്കിൽ അടി പിടിക്കും. ഉണ്ടോ? നെയ്യ് തെളിഞ്ഞ് വന്നതുണ്ടോ? ഇങ്ങനെ ഇത് മുഴുവൻ കരിഞ്ഞ് ഒരു ബ്രൗൺ കളറാകുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. കണ്ടോ? നെയ്യ് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇത് കാണിച്ചുതരാം. നല്ല ബ്രൗൺ കളറായിട്ട് ഈ ഒരു പാകമാകുമ്പോൾ ഓഫ് ചെയ്ത് വെക്കണം, ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കണം. ഞാനിത് കോരി മാറ്റിയിട്ട് കാണിക്കാം. കണ്ടോ? എനിക്ക് 1/2 ലിറ്ററോളം നെയ്യ് കിട്ടിയിട്ടുണ്ട്. തെളിഞ്ഞ നെയ്യ് മാത്രം 1 ലിറ്ററോളം നെയ്യ് കിട്ടിയിട്ടുണ്ട്. നല്ല സ്മെല്ലാണ് വരുന്നത്. ബാക്കി ഇതിൻ്റെ ടേസ്റ്റാണ് കേട്ടോ. ഓക്കെ, താങ്ക് യു.